വിഭജിക്കാൻ പോകുന്നു എന്ന തീരുമാനം വന്ന സമയത്ത് ടു ബൗണ്ടറി കമ്മീഷന്റെ അന്നത്തെ ജോയിന്റ് ചെയർമാൻ ആയിരുന്ന സിറിൽ റാഡ്ക്ലിഫ് ഇന്ത്യൻ രാഷ്ട്രീയ ശരീരത്തിനെ കീറിമുറിക്കാനായി തീരുമാനിച്ചപ്പോൾ അത് ഇന്ത്യയുടെ ഫിസിക്കൽ ബൗണ്ടറിയെ മാത്രമല്ല വിഭജിച്ചത്, മറിച്ച് ഇന്ത്യയുടെ വ്യത്യസ്ത സാംസ്കാരിക തലങ്ങളിൽ വളരെ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ വിഭജനം ഉണ്ടാക്കി എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് സംഗീതത്തിന്റെ മേഖലയെ ബാധിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഗീതജ്ഞരായ പലരും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറുകയുണ്ടായി. നേരെ തിരിച്ചും സംഭവിച്ചു. അതുപോലെ തന്നെ ഒരു ആസ്വാദക വൃന്ദം കാലാകാലങ്ങളായി പരിവപ്പെട്ടു വന്ന ഒരു ഓഡിയൻസ്, ഒരു ആസ്വാദക വൃന്ദം ഉണ്ടായിരുന്നു. ഇവരും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും കുടിയേറി എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സംഗീത രത്നങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പല വ്യക്തികളെയും നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയതായി കാണാം. ഉദാഹരണത്തിന് ഉസ്താദ് ബുൽബുൽ ഖാൻ എന്ന് പറയുന്ന ഒരു മഹത്തായ സംഗീതജ്ഞനുണ്ട്. ഷൗക്കത്ത് ഹുസൈൻ ഖാൻ ഉണ്ട്. റോഷനാര ബേഗം എന്ന് പറയുന്ന പ്രഗത്ഭയായിട്ടുള്ള സംഗീതജ്ഞയുണ്ട്. ഉസ്താദ് അമാനത്ത് അലിയുണ്ട്. ഫത്തേ അലി ഖാൻ എന്ന് തുടങ്ങി നിരവധി പ്രമുഖരാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയത്. അപ്പൊ ഇത്തരത്തിൽ സംഗീതത്തിന്റെ ഒരു 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 ഇക്കോസിസ്റ്റം എന്ന് പറയുന്നതിന് മാറ്റം സംഭവിച്ചപ്പോൾ ഈ വിഭജനത്തിന്റെ കാഠിന്യം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ വലിയ രീതിയിൽ ബാധിച്ചു. അത് മാത്രമല്ല, വിഭജനത്തിന്റെ മുറിവുകൾ ഏറ്റവും ആഴത്തിൽ ബാധിച്ച ഇന്ത്യയിലെ സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പഞ്ചാബിനെയും അത് വലിയ നിലയിൽ ബാധിക്കുകയുണ്ടായി. ഇത് ഒരു തരത്തിൽ പ്രകടമായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഞ്ചാബിൽ നിലനിന്നിരുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ പലതരത്തിലുള്ള ഘരാനകളും വളരെ ചെറിയ തെളിവുകൾ മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അന്യം നിന്നുപോയി എന്നുള്ളതാണ്. കപൂർത്തല ഘരാന എന്ന് പറയുന്ന ഒരു ഘരാന, ശ്യാം ചൗരസ്യ ഘരാന, ഹരിയാന ഭുങ്ക, തൽവാന്തി തുടങ്ങിയ നിരവധി ഘരാനകൾ. ഇപ്പോൾ നമ്മൾ കാണുന്ന നൂറാൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സഹോദരിമാരുണ്ട്. വളരെ വലിയ ശബ്ദത്തിൽ, ചിലർ പറയാറുണ്ട് മൃഗീയമായിട്ടാണ് ഇവർ പാടുന്നത് എന്ന് നൂറാൻ സിസ്റ്റേഴ്സിന്റെ സംഗീതത്തിനെ കുറിച്ച് പറയാറുണ്ട്. ശ്യാം ചൗരസ്യ ഘരാനയുടെ പിന്മുറക്കാരായി അവകാശപ്പെടുന്നവരാണ്. റീസെന്റ് ഫോക്ക് സ്റ്റുഡിയോ പോലെയുള്ള ചില സംരംഭങ്ങൾ ഇത്തരത്തിൽ അന്യം നിന്നുപോയ ചില ഘരാനകളെ പുതുക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ആ ഒരു പാരമ്പര്യത്തിനെ പൂർണ്ണമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന പല ഫോക്ക് ട്രഡീഷൻസിൽപ്പെട്ട പല ഗാനങ്ങളും പല ശാഖകളും ഇത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഞ്ചാബിലെ പരമ്പരാഗത സംഗീതത്തിന്റെ പതാകവാഹകരായി അറിയപ്പെട്ടിരുന്ന ഒരു നാടോടി വിഭാഗം ഉണ്ടായിരുന്നു. നാടോടി സംഗീതത്തിൽ അവരെ മരാസികൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മരാസികൾ. ഈ മരാസികളുടെ ഒരു ഉപവിഭാഗമായി അറിയപ്പെട്ടിരുന്നവരാണ് രബാബികൾ എന്ന് പറയുന്ന വിഭാഗം. രബാബ് എന്ന് പറയുന്ന സംഗീതോപകരണം വെസ്റ്റ് ഏഷ്യയിലും അതുപോലെ തന്നെ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചില പ്രദേശങ്ങളിലും കാണപ്പെടുന്ന വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സംഗീതോപകരണമാണ്. നിലവിൽ ഇത് അഫ്ഗാനിസ്ഥാന്റെ ദേശീയ സംഗീതോപകരണമായി അറിയപ്പെടുന്നുണ്ട്. ഈ സംഗീതോപകരണം മീട്ടിക്കൊണ്ട് ഫോക്ക് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്ന വിഭാഗക്കാരാണ് മരാസികൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിലെ ഉപവിഭാഗമായിട്ടുള്ള രബാബികൾ. ഈ രബാബികൾ ഒരു പ്രത്യേക രീതിയിൽ അവർക്കൊരു പ്രാധാന്യം ലഭിക്കുന്നത് ഗുരു നാനാക്കിന്റെ കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഈ കീഴ്വഴക്കം വളരെ കൃത്യമായിട്ട് ആരംഭിച്ചിരുന്നത്. ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്ന ബായി മർദാന എന്ന് പറയുന്ന വ്യക്തി എവിടെയെല്ലാം ഗുരുനാനാക്ക് അദ്ദേഹത്തിന്റെ മതപ്രചാരണവുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതികളെല്ലാം തന്നെ കീർത്തനങ്ങളുടെ രൂപങ്ങളിലാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം എല്ലാ ഗുരുദ്വാരകളിലും ഗുരുനാനാക്കിനെ അനുഗമിച്ചുകൊണ്ട് അവതരിപ്പിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എങ്ങനെയാണ് സംഗീതം മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സംഗീതത്തിന് പര്യാപ്തതയുണ്ടായിരുന്നത് എന്ന് പറയുന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് ഇന്ത്യൻ സംഗീത ചരിത്രത്തിൽ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ വിഭജനവുമായി ബന്ധപ്പെട്ട ഈ രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് പഞ്ചാബ് വേദിയായി മാറിയപ്പോൾ വലിയൊരു ശതമാനം മുസ്ലിം മതവിശ്വാസികളും പാകിസ്ഥാനിലേക്ക് പോവുകയും ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷമായിട്ട് മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. കാലക്രമേണ ഈ റബാബ് എന്ന് പറയുന്ന സംഗീതോപകരണം വായിക്കുന്ന വ്യക്തികൾ ഇന്ത്യയിൽ കുറഞ്ഞു വരികയും ഈ രബാബി സംഗീതം ഇന്ത്യയിൽ വലിയൊരളവിൽ അന്യം നിന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് സരോദ് എന്ന് പറയുന്ന സംഗീതോപകരണം രബാബിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സിഖ് സംഗീതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ട് മാറുന്നത്. അങ്ങനെ സിഖ് സംഗീതത്തിൽ നിന്നും
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു രണ്ടാം ഘട്ട പലായനമാണ്. ആദ്യഘട്ട പലായനം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ കർണാടക സംഗീതത്തിൻ്റെതായാലും ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെതായാലും പ്രധാനപ്പെട്ട പാട്രൺസ് അല്ലെങ്കിൽ രക്ഷാധികാരികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ചക്രവർത്തിമാരും രാജാക്കന്മാരും എല്ലാമായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി മുഗൾ സാമ്രാജ്യം ശോഷിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട സംഗീതജ്ഞരെല്ലാം തന്നെ, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരെല്ലാം തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് മാറുന്നുണ്ട്. ചിലർ ലഖ്നൌവിലേക്ക് പോകുന്നു, ചിലർ രാംപൂരിലേക്ക് പോകുന്നു, ചിലർ അലഹാബാദിലേക്ക് പോകുന്നുണ്ട്, ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ ഗ്വാളിയോറിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഒരു തരത്തിലുള്ള സർവൈവൽ, അതിജീവനം അവരെ സംബന്ധിച്ച് നടന്നിരുന്നു. പക്ഷെ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇവർ പോകുന്ന സമയത്ത് ഈ ഒരു വ്യത്യസ്ത നാടോടി ശാഖകൾക്കും ഇതുപോലെയുള്ള ഘരാനകൾക്കുമൊന്നും ഇന്ത്യയിൽ അതിജീവിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഈ ഒരു സ്ഥിതിവിശേഷം, ഈ ഒരു കുടിയേറ്റത്തിന്റെ ഭാഗമായി പലതും അന്യം നിന്ന് പോയപ്പോഴും വേറെ തരത്തിലുള്ള ചില ശക്തിപ്പെടലുകൾ മറ്റൊരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള റിവൈവൽ, ഒരു പുനരുത്ഥാനം വേറെ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയാനായിട്ട് സാധിക്കില്ല. സംഗീതജ്ഞർ അതിർത്തികൾ കടന്ന സമയത്ത് പലർക്കും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചെങ്കിലും വലിയൊരു ശതമാനം ആളുകൾക്കും അത് സാധിച്ചില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലും സമാനമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ വലിയൊരളവിൽ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് ആ സമയത്ത് ഭരണകൂടം തയ്യാറായില്ല എന്നൊരു വാദഗതി നമ്മൾ ഉയർന്നു കേൾക്കാറുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച റോഷനാര ബീഗത്തിനെ പോലെയുള്ള സംഗീതജ്ഞർ അവർ റിയാസ് അഥവാ സാധകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നേരെ ഭീഷണികൾ വന്നതായിട്ട് പറയാറുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നിലനിൽക്കുന്ന അനിസ്ലാമികമായിട്ടുള്ള ഘടകങ്ങൾ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഇതൊരു സാമാന്യവൽക്കരണമല്ല, ചെറിയ ഒരു വിഭാഗം ചെയ്തതായിരിക്കാം. പക്ഷെ ഇന്ത്യയിൽ അവർ എൻജോയ് ചെയ്തിരുന്ന തരത്തിലുള്ള വളരെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സ്പേസ് പല സംഗീതജ്ഞർക്കും ആ സമയത്ത് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് 1957 ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഈ പാകിസ്ഥാനിലെ ഒരു വിഭാഗം ഈ അനിസ്ലാമികതയെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടും ഇസ്ലാമികവൽക്കരണം എന്ന് പറയുന്നത് സംഗീതത്തിൽ കൂടിയതിന്റെ ഭാഗമായിട്ടുമാണ് ഇദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമുണ്ട്: ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങളിലെയും ഒരു കുട്ടിയെയെങ്കിലും സംഗീതം അഭ്യസിപ്പിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം ഒരിക്കലും വിഭജനത്തിലേക്ക് പോവുകയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അത്രത്തോളം ഇഴചേർന്ന് കിടന്നിരുന്ന, അത്രത്തോളം സാംസ്കാരികമായിട്ട് മിങ്കിൾ ചെയ്ത് കിടന്നിരുന്ന ഒരു സംഗീത പാരമ്പര്യമാണ് അത്രയും കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ഇസ്ലാമികവൽക്കരണം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഒരു ഹിന്ദു സാംസ്കാരിക ബിംബത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഈ സംഗീതത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പരാമർശിക്കുന്നത്. കർണാടക സംഗീതത്തിലേക്ക് നമുക്ക് അത് കുറച്ച് കഴിഞ്ഞ് എത്താം. ഈ ഒരു സാംസ്കാരിക ബിംബത്തിന്റെ പ്രതീകമായി ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഏറ്റവും വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. വിഖ്യാത ചരിത്രകാരിയും കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബെർക്ക്ലിയിലെ പ്രൊഫസറുമായിട്ടുള്ള ജാനകി ബാക്ലെ അവരെഴുതിയ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ടു മെൻ ആൻഡ് മ്യൂസിക്, നാഷണലിസം ആൻഡ് ദ മേക്കിംഗ് ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ട്രഡീഷൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇതിലിവർ പരാമർശിക്കുന്ന ടു മെൻ എന്നത് ഒന്ന് വിഷ്ണു നാരായൺ ഖഡ്കാടെയും രണ്ടാമത്തേത് വിഷ്ണു ദിഗംബർ പുലസ്കർ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നാഷണലിസ്റ്റ് മൂവ്മെന്റ് ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പുനർരൂപീകരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹിന്ദുവൈസേഷൻ ഓഫ് ദ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടന്നത് എന്ന് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ജാനകി ബാക്ലെയുടെ ടു മെൻ ആൻഡ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ ഏത് തരത്തിലാണ് ഇവർ ഈ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രയും കാലം വാമൊഴിയായി മാത്രം നിലനിന്നിരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പല കോമ്പോസിഷൻസ്, പല കൃതികളും
ആരംഭിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അത്രയും കാലം ഉന്നത കുലജാതരായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നത വർഗത്തിൽപ്പെടുന്ന വിഭാഗക്കാർ, ഉത്തരേന്ത്യയിലെ വിഭാഗക്കാർ തങ്ങളുടെ കുട്ടികളെ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിപ്പിക്കുന്നതിൽ നിന്നും വിമുഖത കാണിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതൊരു ഇൻഫീരിയർ കലയായിട്ട് കണക്കാക്കിയിരുന്ന ഒരു വർഗം ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ ആർട്ട് ഫോംസ് എല്ലാം തന്നെ പല രീതിയിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം, തവായഫുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ കോർട്ടിസൺ കൾച്ചറിൽ പെടുന്ന, പിന്നീട് അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കാറ്റഗറിയിലൊക്കെ പെടുത്തിയാണ് പിന്നീട് പരാമർശിക്കാറുള്ളത് എങ്കിലും തവായഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ ദേവദാസികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. ലഖ്നൌവിലും അലഹാബാദിലും ഒക്കെ ഉണ്ടായിരുന്ന അതിപ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരും നർത്തകരുമായിട്ടുള്ള തവായഫുകൾ. ഈ വിഭാഗത്തിൽപ്പെട്ടവർ പെർഫോം ചെയ്തിരുന്ന ഒരു കലയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ കുടുംബത്തിൽ പിറന്ന അന്തസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു കലയായി ഇതിനെ കണക്കാക്കാതിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതിനെ പൊളിച്ചെഴുതുന്ന ഒരു പ്രവർത്തനമാണ് ഈ രണ്ടുപേരും ചെയ്തത് എന്ന് ജാനകി ഭാഗ്ലെ വളരെ കൃത്യമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു പരിവർത്തനം മാത്രമല്ല അവിടെ നടന്നത്, മറിച്ച് ഹിന്ദു ആധ്യാത്മിക തലത്തിൽ സംഗീതത്തിനെ ആധുനികവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ദേശീയവൽക്കരിക്കുക, കൂടുതൽ ഇന്ത്യനൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയ കൂടെ ഈ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മ്യൂസിക് ഫെസ്റ്റിവൽസിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നതാണ് ജലന്ധറിലെ, പഞ്ചാബിലെ ജലന്ധറിൽ നടക്കുന്ന ഹർ വല്ലഭ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഈ ഹർ വല്ലഭ് മ്യൂസിക് ഫെസ്റ്റിവലിൽ എല്ലാ വിഭാഗത്തിലും പെട്ട, അത് മുസ്ലിം സൂഫി പണ്ഡിതന്മാരാകട്ടെ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ കാലാകാലങ്ങളായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സദസ്സായിരുന്നു ഹർ വല്ലഭ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇതിനെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തി. ഈ സംഗീതോത്സവം കാണാൻ വരുന്ന ഓഡിയൻസ് എങ്ങനെ പെരുമാറണം, എങ്ങനെ കച്ചേരി അവതരിപ്പിക്കണം, ഏതു തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പെർഫോം ചെയ്യണം തുടങ്ങി നിരവധി നിയമങ്ങൾ കൊണ്ടുവരികയും കാലക്രമേണ കാലാകാലങ്ങളായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിം സംഗീതത്തിനെല്ലാം തന്നെ ഈ സംഗീതോത്സവത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെ തുടർന്നുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിൽ പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്, വിഭജനമേൽപ്പിച്ച വലിയ രീതിയിലുള്ള മുറിവുണ്ട്, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. ഈ ഘട്ടത്തിലെല്ലാം തന്നെ സംഗീതത്തിനും നൃത്തത്തിനുമെല്ലാം പ്രാധാന്യം നൽകാനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നൊരു അഭിപ്രായം ഉയർന്നു കേൾക്കാറുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ വിഭജനമുണ്ടാക്കിയ മുറിവുകളുടെ വൈകാരിക തലങ്ങൾ വലിയ രീതിയിൽ റിഫ്ലക്ട് ചെയ്ത ഒരു മേഖലയായിട്ട് ഹിന്ദി സിനിമാ സംഗീതത്തിനെ, ബോളിവുഡ് സിനിമാ സംഗീതത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ദേശീയതയെക്കുറിച്ചുള്ള, നാഷണലിസത്തിനെ കുറിച്ചുള്ള പരികൽപ്പനകൾ ഇന്ത്യൻ സംഗീതത്തിൽ, അത് ഏത് മേഖലകളിലുമാകട്ടെ, ശാസ്ത്രീയ സംഗീതമാകട്ടെ, നാടോടി സംഗീതമാകട്ടെ, സിനിമാ സംഗീതമാകട്ടെ, എല്ലാ മേഖലയിലും വളരെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഹാർമോണിയത്തിന്റെ നിരോധനം എന്ന് പറയുന്നത്. അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതായി കണക്കാക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഒരു കാരണവശാലും ഹാർമോണിയത്തിന്റെ ശബ്ദം എനിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല, എനിക്ക് സഹിക്കാനാകുന്നില്ല. ഐ കനോട്ട് ടോളറേറ്റ് ദ വോയിസ് ഓഫ് ഹാർമോണിയം എന്നാണ് നെഹ്റു പറഞ്ഞതായിട്ട് പറയുന്നത്. പക്ഷെ ഇതിലും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഭാഗത്ത് നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. 1940 ജനുവരിയിൽ അദ്ദേഹം കൽക്കട്ടയിലെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ചീഫായിരുന്ന അശോക് കുമാർ സെന്നിന് ഒരു കത്തെഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: ഇന്ത്യൻ സംഗീതത്തിൽ ഹാർമോണിയത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതുന്നില്ല. എല്ലാ കാലഘട്ടത്തിലും ഹാർമോണിയം സംഗീതത്തിൽ ഉപയോഗിക്കുന്നതിന് ഞാൻ എതിരാണ്. ഞങ്ങളുടെ ആശ്രമങ്ങളിലെല്ലാം തന്നെ ഹാർമോണിയം നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ ഇത് നിരോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സംഗീതത്തിന് ആകാശവാണി ചെയ്യുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും അത് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത്. ആ ഒരു കാലഘട്ടത്തിൽ 1930-40 കാലഘട്ടം എന്ന് പറയുന്നത്, അന്ന് രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള ഒരു വ്യക്തി ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അതിനെ എതിർക്കാനുള്ള ഒരു ശേഷിയൊന്നും കൽക്കട്ടയിലെ ഓൾ ഇന്ത്യ റേഡിയോ ചീഫിൽ ഉണ്ടായിരുന്നില്ലെന്നും വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ
സംഗീതത്തിന്റെ ഒരു ടോണൽ ഇൻഫ്ലക്ഷൻസുമായിട്ട് ഹാർമോണിയം ചേർന്ന് പോകില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് രാഗ ആലാപനം ചെയ്യുന്ന സമയത്ത് ഒന്നും തന്നെ ഹാർമോണിയത്തിന്റെ പാശ്ചാത്യ രീതിയിലുള്ള ശബ്ദം ഇന്ത്യൻ സംഗീതവുമായി യോജിച്ചു പോകാത്ത സ്ഥിതിക്ക് എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഗീതോപകരണം എന്നാണ് ചോദിക്കുന്നത്. അത് എത്രത്തോളം പാശ്ചാത്യ സംഗീതത്തിനോടുള്ള ആ ഒരു വിരോധവും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള ദേശീയ ബോധവും സംഗീതത്തിൽ വരെ എത്രത്തോളം റിഫ്ലക്ട് ചെയ്തു, പ്രതിഫലിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് സംഗീത ചരിത്രകാരന്മാർ ഈ ഹാർമോണിയ നിരോധനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ കാണാറുള്ളത്. പിന്നീട് നിരവധി വർഷങ്ങൾക്ക് ശേഷം 1974 ഹാർമോണിയം ആകാശവാണിയിലേക്ക് തിരികെ എത്തുന്നത്. അപ്പോഴേക്കും നിരവധി മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ രീതിയിൽ മാറ്റം വരുന്നുണ്ട്, മ്യൂസിക്കൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഹാർമോണിയം അങ്ങനെ ഒരു പുതിയ രൂപത്തിൽ, പുതിയ അവതാരത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ തിരിച്ചെത്തുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ ഈ ദേശീയവാദത്തിന്റെ ഒരു തീവ്രത, പാശ്ചാത്യമായിട്ടുള്ള എല്ലാത്തിനെയും എതിർക്കാനുള്ള ഒരു പ്രവണത സംഗീതത്തിൽ ദൃശ്യമായി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണിത്. കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ 1952 അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ മന്ത്രിയായിരുന്ന വി കേസ്കർ ഏറ്റവും കൂടുതൽ കാലം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ മന്ത്രിയായിട്ടിരുന്ന ഒരു സവിശേഷത കൂടി അദ്ദേഹത്തിനുണ്ട്. വളരെ തികഞ്ഞ ഒരു ബ്രാഹ്മണവാദിയും ശുദ്ധ സംഗീതത്തിന്റെ അഥവാ ശാസ്ത്രീയ സംഗീതം എന്ന് വിളിക്കപ്പെടുന്ന, പരാമർശിക്കപ്പെടുന്ന ശുദ്ധ സംഗീതത്തിന്റെ വക്താവായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് വി കേസ്കർ. അപ്പൊ അദ്ദേഹം ഇന്ത്യൻ എന്റർടൈൻമെന്റിന്റെ തന്നെ ജീവനാഡിയായിട്ട് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും ഹിന്ദി സിനിമാ ഗാനങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ നിരോധനം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ചെന്നെത്തുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ഇന്ത്യയെപ്പോലെ വളരെ പ്രായം കുറഞ്ഞ ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു ദേശരാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പാശ്ചാത്യവൽക്കരണം, സംഗീതത്തിലെ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ യുവജനതയെ വലിയ അളവിൽ ഡീഗ്രേഡ് ചെയ്യും, സാംസ്കാരികമായിട്ട് അവരെ മോശപ്പെട്ടവരാക്കി മാറ്റും. അതുപോലെ തന്നെ ഈ ഗാനങ്ങളെല്ലാം തന്നെ പല ഹിന്ദി ഗാനങ്ങളിലും ഉറുദു ഭാഷയുടെ ഒരു സ്വാധീനം കാണാൻ സാധിക്കുന്നുണ്ട്. പലതിലും അശ്ലീലമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്, പലതും ഇന്ത്യൻ സംസ്കാരത്തിന് യോജിക്കാത്ത ഗാനങ്ങളാണ്. ഇത്രയും പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഉത്തരവ് ഇറക്കുന്നത്. അതുപോലെ തന്നെ അൺ ഇന്ത്യൻ ആയിട്ടുള്ള മ്യൂസിക് എന്നാണ് അദ്ദേഹം ബോളിവുഡ് സിനിമാ ഗാനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. പകരം അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ ആകാശവാണിയിൽ മുഴങ്ങി കേൾക്കേണ്ടത് തമ്പുരുവിന്റെയും സിത്താറിന്റെയും എല്ലാം ശബ്ദമാണ്, അതല്ലാതെ പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ ശബ്ദമല്ല എന്നുള്ളത്. നമ്മുടെ പരമ്പരാഗത സംഗീതമാണ് ശ്രവിക്കേണ്ടത്, അതല്ലാതെ പാശ്ചാത്യ സ്വാധീനമുള്ള സംഗീതമല്ല. ഇന്ത്യൻ സംഗീതം എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്, അത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബോളിവുഡ് ഗാനങ്ങൾ നിരോധിക്കലാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷെ അദ്ദേഹം അധികാരത്തിലേറി ആ തുടക്ക സമയത്തല്ല ഈ നിരോധനം വന്നത്, കുറച്ച് കഴിഞ്ഞാണ്. ഈ അധികാരത്തിൽ എത്തിയ സമയത്ത് അദ്ദേഹം ഒരു 10% സമയം മാത്രമാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇത്തരത്തിൽ സിനിമാ പാട്ടുകൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നത്. അതിന് ഒരു നോൺസെൻസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ പാടുന്ന ഗായകരുടെ പേര് മാത്രമേ പറയാൻ പാടുള്ളൂ, സിനിമ ഏതാണ് എന്ന് പറയാൻ പാടില്ല. അത് നമ്മൾ വേറെ തരത്തിൽ സിനിമയ്ക്ക് കൂടെ പ്രൊമോഷൻ കൊടുക്കലായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു പ്രസ്താവന വന്ന് 3 മാസത്തിനുള്ളിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും പൂർണ്ണമായിട്ടും സിനിമാ ഗാനങ്ങൾ നിരോധിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വേറൊരു കടന്നുവരവുണ്ടാകുന്നത്, അത് സിലോൺ റേഡിയോയുടെ കടന്നുവരവാണ്. ഇതിന്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ ആശയങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിൽ ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ഇന്നത്തെ കൊളംബോയിൽ, അന്നത്തെ സിലോണിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു ട്രാൻസ്മിറ്ററിലൂടെയാണ് ഇന്ത്യയിൽ നിരോധിച്ച ഈ പാട്ടുകൾ പിന്നീട് ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് സിലോൺ റേഡിയോ വഴി പുറത്തേക്ക് വരുന്നത്. അന്ന് വ്യാഴാഴ്ചകൾ അറിയപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ ഗീത് മാല എന്ന് പറയുന്ന ഒരു പരിപാടിയിലൂടെയാണ്. അതിന്റെ പേര് ബിനാക്ക ഗീത് മാല എന്നായിരുന്നു. വലിയ രീതിയിൽ ട്രെയിനിങ് കിട്ടിയ അവതാരകരാണ് ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആളുകൾ എല്ലാവരും
എല്ലാവരും റേഡിയോയുടെ മുന്നിൽ ഇരിക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിരോധിച്ചു എങ്കിൽ പോലും ബോളിവുഡ് സംഗീതത്തിന്റെ സ്വാധീനം ജനങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് ഈ ഒരു സ്വാധീനത്തിന്, ഈ ഒരു നിയമ നടപടിക്ക് സാധിക്കാതിരിക്കുകയും വലിയ രീതിയിൽ ജനങ്ങൾ സിലോൺ റേഡിയോ ശ്രമിക്കുന്നതിലേക്ക് ആ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി വിവിധ് ഭാരതി എന്ന് പറയുന്ന ഒരു റേഡിയോ ചാനൽ ഇന്ത്യയിൽ തുടങ്ങുകയും അന്നവർ കൃത്യമായി പറഞ്ഞു, പാരമ്പര്യത്തിനെയും അതുപോലെ തന്നെ ആധുനികതയെയും കൃത്യമായിട്ട് എങ്ങനെ സമന്വയിപ്പിക്കാം എന്നാണ് ഞങ്ങൾ വിവിധ് ഭാരതിയിലൂടെ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചെന്നൈയിൽ നടക്കുന്ന എല്ലാ മാർഗഴി മാസത്തിൽ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ചെന്നൈയിൽ നടക്കുന്ന മാർഗഴി സംഗീതോത്സവത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കാനായി തീരുമാനിച്ചു. അദ്ദേഹം മാർഗഴി സംഗീതോത്സവത്തിനെ കുറിച്ച് പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള സംഗീതോത്സവം എന്നാണ്. ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങളുള്ള, കടന്നുവരവുകൾ സാധ്യമല്ലാത്ത ഒരു സംഗീത മേഖലയാണ് മാർഗഴി മഹോത്സവം എന്നാണ് ടി.എം. കൃഷ്ണ പ്രസ്താവിച്ചത്. അതിന് ബദലായിട്ടാണ് അദ്ദേഹം ഒരു ആൾക്കോട്ട് മാർഗഴി വിഴ എന്ന് പറയുന്ന ഒരു സംഗീതോത്സവം ചെന്നൈയിലെ ഏതാനും കടപ്പുറത്ത് വെച്ച് അത്തരത്തിലുള്ള ഫോക്ക് സംഗീതത്തിനുമായിട്ടൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ടി.എം. കൃഷ്ണ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സദേൺ മ്യൂസിക് എ കർണാട്ടിക് സ്റ്റോറി എന്ന് പറയുന്ന പുസ്തകവും സെബാസ്റ്റ്യൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന പുസ്തകവും എല്ലാം തന്നെ വളരെ വിശദമായിട്ട് കർണാടക സംഗീതത്തിന്റെ ചരിത്രവും അതുപോലെ തന്നെ കർണാടക സംഗീതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പോരായ്മകളാണുള്ളത് ആ സാംസ്കാരിക മണ്ഡലത്തിൽ നിലനിൽക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ പുസ്തകങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. കർണാടക സംഗീതത്തിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ടുള്ള ചിന്തയുടെയും പുനർവാർക്കലിന്റെയും അതിന്റെ ഘടനയിൽ കൃത്യമായിട്ടുള്ള പുനർവാർക്കലിന്റെയും അനിവാര്യതയുണ്ട് എന്ന വാദമാണ് ടി.എം. കൃഷ്ണ മുന്നോട്ട് വച്ചത്. അദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ സംഗീതത്തിന്റെ, കർണാടക സംഗീതത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന അവർ പറഞ്ഞത് അദ്ദേഹം സംഗീതത്തിനെ പൊല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, മലിനമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാദഗതിയാണ് മുന്നോട്ട് വെച്ചത്. ഏറ്റവും അടുത്ത കാലത്തായി അദ്ദേഹത്തിന് സംഗീത കലാനിധി അവാർഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി. എം.എസ്. സുബ്ബലക്ഷ്മിയുടെ പേരിലുള്ള ഈ ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ കേസ് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ടി.എം. കൃഷ്ണയുടെ സംഗീത വൈഭവത്തിൽ ആർക്കും ഒരു പരാതിയില്ല. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ തന്നെയാണ്. പക്ഷേ കർണാടക സംഗീതത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെ ഒരു തരത്തിലും അനുകൂലിക്കാൻ സാധിക്കില്ല എന്നാണ് കർണാടക സംഗീതത്തിലെ പാരമ്പര്യവാദികളായിട്ടുള്ള വ്യക്തികൾ അഭിപ്രായപ്പെട്ടത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് സംഗീതത്തിൽ നിലനിൽക്കുന്ന ജാതിയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാണെന്ന് തോന്നും. ഒരാൾക്ക് കർണാടക സംഗീതം പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അത് പെർഫോം ചെയ്യാനും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ എലീറ്റിസം എന്ന് പറയുന്ന ഈ ഒരു കാലാകാലങ്ങളായി ഉണ്ടായി വന്നിട്ടുള്ള എലീറ്റിസവും ബ്രാഹ്മണവൽക്കരണവും എല്ലാ കാലത്തും കർണാടക സംഗീതത്തിന്റെ മുഖമുദ്രകളാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ചിലർ പറയും വേറെ മതവിഭാഗത്തിൽപ്പെട്ടവർ, ഉന്നത ജാതിയിൽ പെടാത്തവർ കർണാടക സംഗീതത്തിൽ ഉണ്ടല്ലോ. ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട് യേശുദാസ് ഉണ്ട്, രാജരത്നം പിള്ളയുണ്ട്, അതുപോലെ തന്നെ ഹിഗിൻസ് എന്ന് പറയുന്ന ജോൺ ഹിഗിൻസ് എന്ന് പറയുന്ന ഒരു വിദേശിയുണ്ട്. ഹിഗിൻസ് ഭാഗവതർ എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ രസികർ വിളിച്ചുകൊണ്ടിരുന്ന പേര്. ഏറ്റവും അത്യന്തികമായി എം.എസ്. സുബ്ബലക്ഷ്മിയുണ്ട്. പക്ഷെ എം.എസ്. സുബ്ബലക്ഷ്മി പകുതി ദേവദാസിയാണെന്നുള്ള ഒരു കാര്യം പലർക്കും അറിയില്ല. അവരെ ഒരു ബ്രാഹ്മണ സ്ത്രീയായിട്ടാണ് പലരും കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത്രയും ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് സംഗീതത്തിൽ ജനാധിപത്യം ഉണ്ടല്ലോ, ജാതി ഇല്ലല്ലോ എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ വ്യക്തികളെയും നോക്കിക്കഴിഞ്ഞാൽ, യേശുദാസിനെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവരൊരിക്കലും സംഗീതത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി വാദിക്കുകയോ ഇതിന്റെ ആശയ അടിത്തറകളെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുള്ള വ്യക്തികളല്ല എന്നുള്ളത്. എം.എസ്. സുബ്ബലക്ഷ്മി എങ്ങനെയാണ് ഒരു ഐഡിയൽ തമിഴ് ബ്രാഹ്മിൻ വുമണായിട്ട് ചിത്രീകരിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവരുടെ ഒരു അറ്റയർ, അവർ ധരിച്ചു വരുന്ന ഒരു പട്ടുസാരിയും വയ്യക്കല്ല് പതിച്ച മൂക്കുത്തിയും ഒക്കെ പിന്നീട് കാലാകാലങ്ങളായി എങ്ങനെയാണ് പിന്തുടർന്നു വന്ന സംഗീതജ്ഞർ അനുകരിക്കാൻ ശ്രമിച്ചതെന്നും എങ്ങനെയായിരിക്കണം ഒരു സംഗീതജ്ഞർ സ്റ്റേജിൽ ഇരിക്കേണ്ടത്, അത് എം.എസ്. അമ്മ ഇരിക്കുന്നത് പോലെ ആയിരിക്കണം എന്നുള്ള ഒരു ബിംബവൽക്കരണവും കർണാടക സംഗീതത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മനോഹരമായിട്ട് വയലിൻ വായിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്, ഗംഗ എന്നുള്ള പേരിൽ. ഒരു ചെറിയ പെൺകുട്ടിയാണ്. അവർ ഒരു ജീൻസും ടീഷർട്ടും ധരിച്ചുകൊണ്ട് വയലിൻ വായിക്കാൻ ഇരുന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് വന്നു. മോളെ, സംഗീതമൊക്കെ കൊള്ളാം, പക്ഷേ നമ്മുടെ പരമ്പരാഗത വസ്ത്രം ധരിച്ചിട്ട് വേണ്ടേ ഇത്തരം സംഗീതോപകരണങ്ങൾ
വായിക്കുവാനായിട്ട്. പക്ഷെ ഏത് പാരമ്പര്യത്തെ കുറിച്ചാണ് പറയുന്നത്? വയലിൽ വരുന്ന ഇറ്റാലിയൻ പാരമ്പര്യത്തെ കുറിച്ചാണോ പറയുന്നത്? ആ ഇറ്റാലിയൻ പാരമ്പര്യമാണെങ്കിൽ ഇറ്റാലിയൻ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ വയലിൻ കയ്യിലെടുക്കേണ്ടത് എന്നുള്ള ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. പക്ഷെ അത്തരം ചോദ്യങ്ങൾ അധികം ആരും ചോദിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പൊ കർണാടക സംഗീതത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്താണ് സംഗീതം? അല്ലെങ്കിൽ എന്തായിരിക്കണം സംഗീതം? എങ്ങനെയാണ് സംഗീതം പ്രാക്ടീസ് ചെയ്യേണ്ടത്? സംഗീതത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ് എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഇത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാറുണ്ട്. അപ്പൊ ഈ ക്ലാസിക്കൽ എന്ന് പറയുന്ന സംജ്ഞ, കർണാടക സംഗീതത്തിന്റെ ക്ലാസിക്കാലിറ്റി എന്ന് പറയുന്ന സംജ്ഞ നിലനിർത്തുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീത ശാഖകളിൽ ഒന്നാണ് കർണാടക സംഗീതം എന്ന് പറയുന്നത്. അതിന്റെ ആഴവും പരപ്പും വളരെ കൂടുതലാണ്. അതിന്റെ രാഗവൈവിധ്യവും താളങ്ങളുടെ വൈവിധ്യവും സംഗീതാത്മകതയുമെല്ലാം അതിമനോഹരമാണ്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ വളരെ കെയർഫുള്ളി ക്രിയേറ്റ് ചെയ്യപ്പെട്ടെടുത്ത, സാമൂഹികമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചെടുത്ത പല ഘടകങ്ങളും കർണാടക സംഗീതത്തിൽ ഉണ്ട് എന്ന് ഇതുമായി പഠനം നടത്തിയിട്ടുള്ള എല്ലാ സംഗീത ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നുണ്ട്. സാമൂഹ്യ ശാസ്ത്രജ്ഞരും സോഷ്യൽ മ്യൂസിക്കിനെ കുറിച്ച് പഠിക്കുന്ന, എത്നോ മ്യൂസിക്കോളജിയെ കുറിച്ച് പഠിക്കുന്ന എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് കർണാടക സംഗീതം ഈ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന്റെ ചരിത്രത്തിനെ കുറിച്ച് പ്രശസ്ത സംഗീത ചരിത്രകാരിയായിട്ടുള്ള ലക്ഷ്മി സുബ്രഹ്മണ്യൻ അവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഫ്രം തഞ്ചൂർ കോർട്ട് ടു മദ്രാസ് മ്യൂസിക്കൽ അക്കാഡമി, ഹിസ്റ്ററി ഓഫ് ദ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ അമാൻഡ വേഡ്മാൻ എന്ന് പറയുന്ന മറ്റൊരു ചരിത്രകാരി എഴുതിയിട്ടുള്ള ഇന്ത്യൻ സംഗീതത്തിനെ, സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരു പുസ്തകം കൂടിയുണ്ട്. അതിന്റെ പേര് സിംഗിങ് ദ ക്ലാസിക്കൽ, വോയിസിംഗ് ദ മോഡേൺ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ദ പോസ്റ്റ് കൊളോണിയൽ പൊളിറ്റിക്സ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതിൽ ഇവർ പറയുന്നുണ്ട്, ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന രീതിയിൽ കർണാടക സംഗീതം സൃഷ്ടിക്കപ്പെടുന്നത് 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലാണ്. ഈ ഒരു കാലഘട്ടമാണ് സംഗീതത്തിന്റെ ആധുനികവൽക്കരണ കാലഘട്ടമായി, കർണാടക സംഗീതത്തിന്റെ ആധുനികവൽക്കരണ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ശുദ്ധിയും ഭക്തിയും അല്ലെങ്കിൽ ഡിവൈനിറ്റി എന്ന് പറയുന്ന ആശയങ്ങളെല്ലാം തന്നെ കർണാടക സംഗീതത്തിന്റെ ആധാരശിലകളായി വരുന്നത് എന്നുള്ളതാണ്. അമാൻഡ വെയ്ഡ്മാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കൊളോണിയൽ മോഡേണിറ്റി അഥവാ കൊളോണിയൽ ആധുനികതയും ദേശീയ പ്രസ്ഥാനവും തെക്കേ ഇന്ത്യൻ റീജിയണലിസവും പ്രാദേശികവാദവും എല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു സംഘടിതമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ കർണാടക സംഗീതത്തിലെ ആധുനികവൽക്കരണം നടക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ തവായഫുകളുടെ കാര്യം ഉത്തരേന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിലും സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരുന്നത്. അന്ന് തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ എല്ലാം അധികാരം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ശക്തിപ്പെടുത്തലോടുകൂടി ആ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ഇത്തരത്തിലുള്ള സംഗീതജ്ഞരെയും നർത്തകരെയും എല്ലാം തന്നെ പഴയ രീതിയിൽ പരിപോഷിപ്പിക്കാനുള്ള ഒരു സാമ്പത്തികമോ ഭൗതികമോ ആയ സാഹചര്യങ്ങൾ ഇവർക്കില്ലാതെ വരികയും ചെയ്യുമ്പോൾ പലരും, പ്രത്യേകിച്ച് ഇവിടെയുള്ള ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഈ ബ്രിട്ടീഷ് ക്ലറിക്കൽ ജോലികളിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ആ സമയത്ത് ഏതാണ് സുപ്പീരിയർ ആയിട്ടുള്ള, ഏതാണ് ഉയർന്ന തരത്തിലുള്ള സംസ്കാരം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയം കൂടിയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ അവകാശപ്പെടുന്നു, ഞങ്ങളുടെ സംസ്കാരമാണ് ഏറ്റവും മഹത്തരമായത്, ഇന്ത്യയിൽ അങ്ങനെ അവകാശപ്പെടാവുന്ന ഒരു സംഗീതമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതിന് കൗണ്ടർ എന്നുള്ള നിലയിലാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു എലീറ്റ് അപ്പർ ക്ലാസ് ആയിട്ടുള്ള ബ്രാഹ്മിൻ വിഭാഗം തങ്ങളുടെ സംഗീതത്തിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള പരിപാടികൾ ആരംഭിക്കുന്നത്. അവിടെയാണ് നേരത്തെ തവായഫുകളെ നിരോധിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ തവായഫുകൾക്ക് അവസരം നിഷേധിച്ചതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് ഭരതനാട്യവും കർണാടക സംഗീതവും പോലെയുള്ള കലകളിൽ ഏർപ്പെട്ടിരുന്ന ദേവദാസികളെ എല്ലാം തന്നെ ആ ഭാഗത്തു നിന്ന് നീക്കുകയും പകരം ഇത്തരത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് സംഗീതത്തിനെ പരിമപ്പെടുത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുകൂടി അവർ വാചാലരാകുന്നത്. നമുക്കറിയാം, കർണാടക സംഗീതത്തിൽ പ്രത്യേകിച്ച് സ്വാതി തിരുനാളൊക്കെ രചിച്ചിട്ടുള്ള പദങ്ങൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണത്. അതുപോലെ ജാവളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കർണാടക സംഗീതത്തിൽ. ഇതിന്റെ എല്ലാം അന്തസത്ത എന്ന് പറയുന്നത് ഇറോട്ടിക് കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അശ്ലീലം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള കണ്ടന്റും വരികളുമാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ എലമെന്റ്സിനെ ഒക്കെ നീക്കം ചെയ്തുകൊണ്ട് മാത്രമേ സംഗീതം
ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കർണാടക സംഗീതത്തിന്റെ ആധുനികവൽക്കരണം നടക്കുന്നതും ഇന്ന് കാണുന്ന രീതിയിൽ ഭക്തിക്കും ഡിവൈനിറ്റിക്കും പ്യൂരിറ്റിക്കുമെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സംഗീത ശാഖയായിട്ട് കർണാടക സംഗീതം ഉയർന്നു വരുന്നത്. അവിടെയാണ് TM കൃഷ്ണ ഇതിന്റെ ജനാധിപത്യവൽക്കരണത്തിനെ കുറിച്ചും ഇതിന്റെ വിപുലീകരണത്തിന്റെ ആവശ്യകതയെയും കുറിച്ച് സംസാരിക്കുന്നത്. അതിനെതിരെയുള്ള വാഗ്വാദങ്ങളും ഉയർന്നു വരുന്നതായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്.